ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ റെസിപ്പി എന്ന് പറയുന്നത് സാമ്പാറിൻ്റെ റെസിപ്പിയാണ് കേട്ടോ. അപ്പോൾ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് വീഡിയോ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അതുപോലെ തന്നെ നമ്മുടെ വീഡിയോ ലൈക്ക് ചെയ്യാനും കൂടെ മറക്കരുത്. അപ്പോൾ നമുക്ക് വേഗം റെസിപ്പിയിലോട്ട് പോകാം. അപ്പോൾ അതിനായിട്ട് ഞാനൊരു പ്രഷർ കുക്കർ എടുത്ത് വെച്ചിട്ടുണ്ട് 3 ലിറ്ററിൻ്റെ. അതിലേക്ക് നമ്മൾ 1/2 കപ്പ് അളവിൽ സാമ്പാർ പരിപ്പ് നല്ലപോലെ കഴുകി വൃത്തിയാക്കിയിട്ട് അത് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് പരിപ്പ് മൂടുന്ന രീതിയിൽ അല്പം വെള്ളം മാത്രം ഒഴിച്ചു കൊടുക്കുക കേട്ടോ. ഈ വെള്ളം മതി. ഇതിലേക്ക് നമ്മൾ 1/2 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി കൂടി ചേർത്ത് കൊടുത്തിട്ട് ഫുൾ ഫ്ലെയിമിലിട്ട് 2 വിസിലാണ് കേട്ടോ അടുപ്പിച്ചെടുത്തിട്ടുള്ളത്. അതിനുശേഷം പ്രഷർ ഫുള്ളായിട്ട് പോയതിന് ശേഷമാണ് നമ്മൾ തുറന്ന് നോക്കിയിട്ടുള്ളത്. ഇവിടെ നമ്മൾ തുറന്ന് നോക്കിയിട്ടുണ്ട്, കണ്ടില്ല, നമ്മൾ പരിപ്പ് നല്ലപോലെ വെന്ത് കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിതൊരു മൺചട്ടിയിലേക്ക് ഒഴിച്ചു കൊടുക്കുക. ഇനി കുക്കറിലാണ് സാമ്പാർ ഉണ്ടാക്കുന്നതെങ്കിൽ ഇതിലേക്ക് സാമ്പാർ കഷ്ണങ്ങൾ ഇട്ട് കൊടുക്കുക. എന്നിട്ട് മീഡിയം ഫ്ലെയിമിലിട്ട് ഒറ്റ വിസിലടിച്ചാൽ മതി കേട്ടോ. നമുക്ക് നല്ല ടേസ്റ്റി ആയിട്ടുള്ള സാമ്പാർ വളരെ പെട്ടെന്ന് തയ്യാറാക്കാം. അപ്പോൾ ഞാനിവിടെ മൺചട്ടിയിലാണ് തയ്യാറാക്കുന്നത്. അപ്പോൾ അതിനായിട്ട് നമ്മൾ പരിപ്പ് വേവിച്ചത് ചട്ടിയിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇത് ചേനയാണ് ഞാൻ ഇട്ട് കൊടുത്തിട്ടുള്ളത്. ഇനി നമ്മൾ ഇട്ട് കൊടുക്കാൻ പോകുന്നത് മുരിങ്ങാക്കായാണ്. മുരിങ്ങാക്കായാണ് സാമ്പാറിൻ്റെ പ്രധാനപ്പെട്ട ഒരു ഇൻഗ്രീഡിയൻറ്റ്. അതുപോലെ തന്നെയാണ് തക്കാളി ചേർത്ത് കൊടുക്കണം. ഇനി നമ്മൾ ചേർത്ത് കൊടുക്കാൻ പോകുന്നത് പച്ചക്കായയാണ്. നേന്ത്രക്കായാണ് ഞാൻ എടുത്തിട്ടുള്ളത്. സാമ്പാർ കായ ഉണ്ടെങ്കിൽ അതും ചേർത്ത് കൊടുക്കാം. ഇനി നമ്മൾ ചേർത്ത് കൊടുക്കാൻ പോകുന്നത് ക്യാരറ്റാണ്. 2 ക്യാരറ്റ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്, അതും കൂടെ ചേർത്ത് കൊടുത്തു കേട്ടോ. ഇനി നമ്മൾ ചേർത്ത് കൊടുക്കാൻ പോകുന്നത് പയറാണ്. നമ്മുടെ ലോങ് പയർ ഉപയോഗിക്കുക, അതുപോലെ തന്നെയാണ് നമ്മുടെ അമരപ്പയറൊക്കെ ഉപയോഗിക്കുക കേട്ടോ. ഇവിടെ ഞാൻ എടുത്തിട്ടുള്ളത് നമ്മുടെ അമരപ്പയറാണ്. അത് അല്പം എടുത്തിട്ടുണ്ട്, അതും കൂടെ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നമ്മൾ ചേർത്ത് കൊടുക്കാൻ പോകുന്നത് 2 പച്ചമുളകാണ്. എരിവിന് ആവശ്യമായുള്ള 2 മുളക് കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അത്യാവശ്യം എരിവുള്ള മുളകാണ്. ഇനി നമ്മളിതിലേക്ക് അല്പം കുമ്പളം കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത്ര കഷ്ണങ്ങളാണ് കേട്ടോ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇനി വഴുതനങ്ങ, അതുപോലെ തന്നെയാണ് ചുരക്ക, വെള്ളരിക്ക ഒക്കെ ചേർത്ത് കൊടുക്കുക കേട്ടോ. പിന്നെ ബീട്രൂട്ട് ചേർത്ത് കൊടുക്കരുത്. ഇനി നമ്മൾ ഇതിലേക്ക് അല്പം കൂടെ വെള്ളം ചേർത്ത് കൊടുത്തിട്ട് നമ്മുടെ സാമ്പാർ കഷ്ണങ്ങളൊക്കെ മുങ്ങുന്ന രീതിയിൽ ഒന്ന് വെള്ളം ഒഴിച്ചു കൊടുക്കുക. അതിന് ശേഷം നമ്മളിത് അടുപ്പത്ത് വെച്ചിട്ടാണ് വേവിച്ചെടുക്കാനായിട്ട് പോകുന്നത്. അടച്ച് വെച്ച് കൊടുത്തതിന് ശേഷം നമുക്ക് അടുപ്പത്ത് വെച്ചിട്ട് ഒന്ന് വേവിച്ചെടുക്കാം. ഇവിടെ നമ്മുടെ സാമ്പാർ നല്ലപോലെ തിളച്ച് വന്നിട്ടുണ്ട്. ഈ സമയത്ത് 4 വെണ്ട ഞാൻ എണ്ണയിൽ വാട്ടിയെടുത്തതാണ്, അതും കൂടെ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കാൻ മറക്കരുത്, കാരണം നമ്മൾ പരിപ്പ് ചേർത്ത് കൊടുത്തതാണല്ലോ. അപ്പോൾ ഈ പരിപ്പ് വളരെ പെട്ടെന്ന് നമ്മുടെ ചട്ടിയുടെ അടിയിൽ പിടിക്കും കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കാൻ മറക്കരുത് തുറന്നതിന് ശേഷം. അപ്പോൾ നമ്മൾ നല്ലപോലെ ഇളക്കി കൊടുത്തതിന് ശേഷം ഒന്നും കൂടെ അടച്ച് വെച്ചിട്ട് ഒരു 10 മിനിറ്റ് കൂടെ കുക്ക് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. ഇവിടെ കഷ്ണങ്ങളൊക്കെ അത്യാവശ്യം വലിപ്പമുള്ള കഷ്ണങ്ങളാണല്ലോ. ഇവിടെ 1/4 വേവായിട്ടുണ്ട്. ഈ സമയത്ത് നമ്മൾ ഇതിലേക്ക് പുളിവെള്ളമാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്, വാളംപുളി. അതിനുശേഷം ഒരു 10 മിനിറ്റ് കൂടെ ഞാൻ തിളപ്പിച്ചിട്ടുണ്ട്. എന്നിട്ട് തുറന്ന് നോക്കിയ സമയത്ത് നമ്മുടെ കഷ്ണങ്ങളൊക്കെ നല്ലപോലെ കുക്കായിട്ടുണ്ട് കേട്ടോ. ചേനയൊക്കെ കണ്ടില്ലേ, ചേന നല്ലപോലെ കുക്കായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് എടുത്തു വെക്കാം. അതിനുശേഷം ഇതൊന്ന് താളിച്ച് വയ്ക്കണം. അതിന് വേണ്ടി ഒരു ചീനച്ചട്ടി അടുപ്പത്ത് വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ വെളിച്ചെണ്ണയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. വെളിച്ചെണ്ണ നല്ലപോലെ ചൂടായി വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് ഇതിലേക്ക് ചെറിയ ഉള്ളി ചേർത്ത് കൊടുക്കാം. ഒരു 4 ചെറിയ ഉള്ളി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്, അത് നമ്മൾ ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. ഉള്ളി മൂത്ത് വന്ന ശേഷം നമ്മളെ 3 വറ്റൽമുളക് ഇതുപോലെ മുറിച്ചിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. 1 ടേബിൾ സ്പൂൺ കടുകും ചേർത്ത് കൊടുത്തു. ഇനി ആവശ്യത്തിലുള്ള കറിവേപ്പില ഇട്ട് കൊടുക്കാം. ഇനി നമ്മുടെ തീ ഓഫ് ചെയ്തിട്ടുണ്ട് കേട്ടോ, ഫ്ലെയിം ഓഫ് ചെയ്തിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിലേക്ക് 4 ടേബിൾ സ്പൂൺ സാമ്പാർ പൊടിയാണ് ചേർത്ത് കൊടുക്കാൻ പോകുന്നത്. ഈ സാമ്പാർ പൊടി നമ്മൾ വീട്ടിൽ തന്നെ തയ്യാറാക്കിയിട്ടുള്ള സാമ്പാർ പൊടിയാണ് കേട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ട് സാമ്പാറിന്. അത് 4 ടേബിൾ സ്പൂണാണ് ഞാൻ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. എന്നിട്ട് നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക കേട്ടോ. എണ്ണയിലൊന്ന് ചൂടാവട്ടെ. ഫ്ലെയിം ഓഫ് ചെയ്യാൻ മറക്കരുത്. ഇത്ര മതി. ഇനി നമുക്ക് ഇത് സാമ്പാറിലേക്ക് ഒഴിച്ചു കൊടുക്കാം. സാമ്പാറിൽ ഒഴിച്ച് കൊടുത്തതിന് ശേഷം ഒരു 2 മിനിറ്റ് ഒന്ന് മൂടി വെച്ചിട്ടുണ്ട്.
അതിനുശേഷം നമ്മളൊന്ന് തുറന്ന് നോക്കിയിട്ട് ഇതിലേക്ക് നമ്മൾ കായം ചേർത്തിട്ടില്ല, കായപ്പൊടിയാണ് ഞാൻ ഇട്ട് കൊടുക്കുന്നത്. ഈ സമയത്ത് നമുക്ക് ഇതിലേക്ക് കായപ്പൊടി ചേർത്ത് കൊടുക്കാം. ഇനി മുഴുവൻ കായമാണ് ചേർത്ത് കൊടുക്കുന്നതെങ്കിൽ സാമ്പാർ ഉണ്ടാക്കുന്ന സമയത്ത് ചേർത്ത് കൊടുക്കണം കേട്ടോ. ഇപ്പോൾ നമ്മൾ അല്പം കായപ്പൊടി കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതാണ് ഇന്നത്തെ നമ്മുടെ സാമ്പാർ റെസിപ്പി. അപ്പോൾ റെസിപ്പി ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെയാണ് നമ്മുടെ വീഡിയോ ലൈക്ക് ചെയ്യാനും കൂടെ മറക്കരുത്. അപ്പോൾ അടുത്ത നല്ല റെസിപ്പിയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. ബായ്.